ഇപ്പോൾ ശ്രീ സജി നന്ദിയാട്ട് ടെലിഫോണിലായിട്ടുണ്ട്. ശ്രീ സജി, ഇപ്പോൾ അങ്ങനെ ഏറ്റവും ഒടുവിലായി ഷൈൻ ടോം ചാക്കോ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ഒട്ടേറെ കാര്യങ്ങൾ, പ്രധാനമായും ഈ ലഹരി ഇടപാട്, ഏത് തരത്തിലേക്ക് ലഹരി ഉപയോഗമുണ്ട്, ആരൊക്കെയായി ബന്ധമുണ്ട്, ലഹരി ഇടപാടുകാരുമായുള്ള ബന്ധം എങ്ങനെയാണ്, അങ്ങനെ നിർണായകമായ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ് പോലീസ്. ഇതൊരു വലിയൊരു നീക്കത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയല്ലേ? പ്രത്യേകിച്ച് സിനിമാ മേഖലയെക്കുറിച്ച് ഇങ്ങനെ ഇന്നലെ മന്ത്രി പറഞ്ഞത് നമുക്കറിയാം. സിനിമാ മേഖല ഈ ഒരു കാര്യത്തിൽ നമുക്കൊരിക്കലും അത് നല്ലത് എന്ന് പറയാൻ കഴിയില്ല എന്ന് മന്ത്രി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഇതിൽ ഇദ്ദേഹത്തിന്റെ പേര് എന്ന് മുതൽ കേൾക്കുന്നുണ്ട്. 10 വർഷം മുൻപുള്ള ഒരു കേസ്, കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിൽ പോലും അതിൽ പോലീസ് പഴികേട്ട സാഹചര്യം, പിന്നീടും അദ്ദേഹത്തെ ബന്ധപ്പെടുത്തിയുള്ള പല പല കാര്യങ്ങൾ കേട്ടത് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ ഇതിലൊരു നിർണായക കണ്ണിയിലേക്ക് പോലീസ് എത്തിയിരിക്കുകയല്ലേ സിനിമാ മേഖലയിലുള്ള? അല്ല, സിനിമാ മേഖലയുമായി അല്ലല്ലോ. ഇപ്പൊ ഷൈൻ ടോം ചാക്കോ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടനാണ്. സിനിമാ മേഖലയുടെ കൺസേൺ എന്ന് പറയുന്നത് ഐസിയില് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ഒരു പരാതി ലഭിച്ചു. ആ പരാതിയായി ബന്ധപ്പെട്ട ഐസിയെ വിളിച്ചു വരുത്തും. ആ വിളിച്ചു വരുത്തിയിട്ട് ഐസി അതിനകത്ത് സുപ്രീമായിട്ട് അവർക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള നിയമപരമായ പരിരക്ഷ അവർക്ക് വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുള്ളതുകൊണ്ട് അവർ ആ നടപടിയിലേക്ക് പോകും. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അദ്ദേഹത്തിന് ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി അപരിചിതരെ കണ്ടു എന്നാണ്. അപരിചിതരെന്ന് പറഞ്ഞാൽ പോലീസാണ്. അപ്പൊ എന്തിനു ഓടി എന്നുള്ളതാണ് ചോദ്യം. എന്തിനാണ് ഓടിയത്, എന്തിനാണ് സ്വിമ്മിംഗ് പൂളിൽ ചാടിയത്, ഇതൊക്കെയാണ് ചോദ്യം. ആ സമയത്ത് തെളിവ് സഹിതം പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയേനെ. പക്ഷെ 2 ദിവസമായി നിയമപരമായി ഉന്നത വക്കീലുമാരുമായി അദ്ദേഹം സമ്പർക്കത്തിലായിരുന്നു. ഏതൊക്കെ തരത്തിൽ പറയണം അതിനെക്കുറിച്ചൊരു സ്റ്റഡി ക്ലാസ് ലഭിച്ച സാഹചര്യത്തിൽ, ഇവിടെ പരാതിക്കാരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. സാമൂഹ്യമായുള്ള പ്രശ്നമാണ്. ഇതിൽ ഞങ്ങളാരും ചേംബർ ഇതിൽ ഇടപെടുന്ന കക്ഷിയല്ല. എങ്കിലും സാമൂഹ്യമായുള്ള ഒരു പ്രശ്നത്തിൽ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ പറയട്ടെ, ഈ സമയത്ത് ഷൈൻ ടോം ചാക്കോയെ എന്തെങ്കിലും തരത്തിൽ ഒരു പരാതിക്കാരില്ലാത്തൊരു സാഹചര്യത്തിൽ, തെളിവുകൾ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ ചോദ്യം ചെയ്യലെന്ന് പറയുന്നതിന് ശേഷം അദ്ദേഹത്തെ വിട്ടയക്കാനാണ് സാധ്യത. കാരണം അതല്ലെങ്കിൽ പോലീസ് ഇതിനു മുമ്പുള്ള എല്ലാ വിധത്തിലുള്ള ശാസ്ത്രീയ തെളിവുകൾ, 6 മാസം മുമ്പുള്ള ഫോൺ കോളുകൾ, മറ്റുള്ളവരുടെ മൊഴികൾ, പരാതിക്കാര്, ഇങ്ങനെയുള്ള ഒത്തിരി ഫോർമാലിറ്റീസ് വേണം. ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയം ഉള്ളത് കൊണ്ട് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ഈസി ആയിട്ട് ഇറങ്ങി പോകാനാണ് സാധ്യത. താൻ എന്തിനാണ് സ്വിമ്മിംഗ് പൂളിൽ ചാടിയെന്ന് ചോദിച്ചാൽ, സ്വിമ്മിംഗ് പരിശീലിക്കുന്ന ഭാഗമായിട്ടാണ് ചാടിയത്. ജയന് ശേഷം മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സാഹസികനായ നടനാണ് താൻ. അതോടൊപ്പം ഓടിയത് എന്തിനാണ്, ഞാൻ മാരത്തോൺ പ്രാക്ടീസ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു കളയും. അപ്പൊ അതുകൊണ്ട് തെളിവുകളാണല്ലോ നമ്മുടെ നിയമം അനുസരിച്ച് നമുക്കിവിടെ വേണ്ടത്. ആ തെളിവുകളുടെ അഭാവത്തില് ഷൈൻ ടോം ചാക്കോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ നമുക്കുണ്ട്. 6 മാസം വരെ ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ലഹരി അതെ ശ്രീ സജി നന്ദിയാട്ട്, അങ്ങനെയുള്ള പരിശോധനകളിലേക്കൊക്കെ പോലീസ് കടക്കുമോ എന്ന് നമുക്കറിയില്ല. അത് നമുക്ക് കാത്തിരുന്ന് നോക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ നടി നൽകിയ പരാതി മാത്രമല്ല, കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ ഉണ്ടായ ഹൈബ്രിഡ് കേസ്, കഞ്ചാവ് കേസിൽ അതിലെ പ്രതി നടത്തിയ ചില വെളിപ്പെടുത്തലുകളുണ്ട്. കൂടാതെ ഈ ഹോട്ടലിലേക്ക് കഴിഞ്ഞ ദിവസം ഡാൻസ് ഓഫ് സംഘം എത്തിയത് മറ്റൊരു വലിയ ലഹരി ഇടപാടുകാരനുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോഴാണ്. അയാളിലേക്ക് എത്തുന്ന സമയത്താണ് ഷൈൻ ടോം ചാക്കോ അവിടെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇടപാടുകാരുമായുള്ള ഇയാളുടെ ബന്ധം എന്താണ്, ഇയാളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ആരൊക്കെയായി ബന്ധമുണ്ട്, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇന്ന് പോലീസ് വിശദമായി എത്തുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രധാനപ്പെട്ട കണ്ണിയിലേക്കല്ലേ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതാണ്. തീർച്ചയായിട്ടും പോലീസ് എത്തണമെന്നാണ് നമ്മുടെ അഭിപ്രായം. എന്താണ് നമ്മൾ വ്യക്തിപരമായി നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത്, ഈ സാമൂഹ്യ വിപത്താണ് അല്ല ഈ ലഹരി എന്ന് പറയുന്നത്. ഈ ലഹരി കൊണ്ട് ഈ നമ്മുടെ സമൂഹത്തെ കാർന്നിരുന്ന ഒരു വലിയ ക്യാൻസറാണിത്. ഇങ്ങനെയുള്ള സിനിമാ താരങ്ങളാണെങ്കിലും അത് ഉപയോഗിക്കാൻ പാടില്ല. അവർ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇവരെ അനുകരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ഇവരെ റോൾ മോഡലാക്കുന്നവരുണ്ട്. അവർക്ക് ഇവർ കൊടുക്കുന്ന സന്ദേശം എന്താണ്? സിനിമ എന്ന് പറയുന്ന മാധ്യമത്തോട് ജനങ്ങൾക്ക് അപ്രീതി തോന്നാനും അനിഷ്ടം തോന്നാനും, സിനിമ എന്ന മാധ്യമത്തിലേക്ക് ജനങ്ങൾക്ക് ഒരു അപ്രീതി തോന്നാനും ഇങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ കാരണമാകുന്നുണ്ട്. അപ്പൊ ഇത്തരക്കാരെ ശരിക്കും മാറ്റി നിർത്തണം, പൊതുസമൂഹം അങ്ങനെ മാറ്റി നിർത്താൻ നിങ്ങളുടെയൊക്കെ സംഘടന തയ്യാറാകുമോ? ഇപ്പോൾ എത്ര കേസുകളിലാണ് ഈ ഷൈൻ ടോം ചാക്കോ തന്നെ ഉൾപ്പെട്ടതെന്ന് നമുക്കറിയാം. ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് എത്രയോ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്തെങ്കിലും ഒരു താക്കീത് കൊടുക്കാൻ പോലും സംഘടനകൾ തയ്യാറായിട്ടുണ്ടോ ശ്രീ സജി? അല്ല, അത് നിങ്ങൾ ചോദിച്ചാൽ വളരെ നല്ല ചോദ്യമാണ്. ഇതെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ പരാതിയില്ല. പൂച്ചക്കാര് മണി കെട്ടും, ഇതാ പ്രശ്നം. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പരാതി ഇല്ലെങ്കിൽ പോലും ഒരു ഇടപെടൽ നടത്തുക എന്നുള്ളതല്ലേ ഒരു സംഘടന എന്ന നിലയിൽ നിങ്ങൾ കാണിക്കേണ്ടുന്ന ഉത്തരവാദിത്തം? കാരണം ലഹരി എന്നുള്ളത് ഇത്ര വലിയ വിപത്താണ്. അവിടെ പരാതിയില്ല എന്നൊരു സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കുന്നത് ശരിയാണോ സജി നന്ദിയാട്ട്? ഞാൻ പറയട്ടെ, നമുക്ക് ഒരാളുടെ ഈ വ്യക്തിയെ മേൽ ഐസിയിൽ പരാതി ഇപ്പൊ ആയിട്ടുണ്ട്. ഐസി പരാതി എഴുതി വാങ്ങിയിട്ടുണ്ട്. ഐസിയിൽ വിൻസി പരാതി കൊടുത്തിട്ടുണ്ട്.
അതനുസരിച്ച് ആദ്യമായിട്ടൊരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ IC അതിന് തീരുമാനമെടുക്കും. ഇദ്ദേഹത്തെ 1 വർഷം വരെ മാറ്റി നിർത്താൻ ICക്ക് അവകാശമുണ്ട്. അതിലെന്തെങ്കിലും പാകപ്പിഴ വന്നാൽ അതിനെ മോണിറ്റർ ചെയ്യാൻ ചേംബറിലെ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. അപ്പൊ അതേക്കുറിച്ച് ആക്ഷൻ വരുമെന്ന കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ സംഘടനകൾ എന്ത് തീരുമാനത്തിലേക്ക് പോകുമെന്നൊക്കെ വരും ദിവസങ്ങളിൽ അതിൽ തീരുമാനമുണ്ടാകുമോ? ഒരു വിലക്കിനൊക്കെയുള്ള സാധ്യതയുണ്ടോ? ഉണ്ടാകും. ഒരു സംശയം വേണ്ട, അക്കാര്യത്തിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. പക്ഷെ മറിച്ച് പരാതി കൃത്യമായി പോലീസിൽ എത്തിക്കണം. അതിനാര് തയ്യാറാവും? അതാണ് പ്രശ്നം. പോലീസിലേക്ക് വ്യക്തമായ എനിക്ക് ഇന്ന അനുഭവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിലേക്ക് പരാതി കൊടുക്കാനുള്ള ഓരോ വ്യക്തികളും, അത് ആരാണോ ഈ വ്യക്തിയിൽ നിന്നും ഒരു അനുഭവം ഉള്ളത് അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്, ഈ ആളുടെ ലഹരി ഉപയോഗം, ഇതിനെക്കുറിച്ച് പരാതിപ്പെടാൻ വ്യക്തമായ തെളിവുകൾ അടിസ്ഥാനത്തിൽ നമ്മുടെ നിയമത്തിന് പഴുതുകളുണ്ട്. നമുക്കറിയാം, നിയമത്തിന് ഒത്തിരി പഴുതുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ. ഫ്ലെക്സിബിളുമാണ്, റിജിഡുമാണ്. ഇക്കാര്യത്തിൽ നമുക്ക് ഇവർ നിയമത്തിന്റെ ഓരോ പഴുത് ഉപയോഗിച്ച് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തരക്കാരെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമാ ലോകത്തൊന്ന് മാറ്റി നിർത്തണമെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ സംഘടനകൾ തന്നെയാണ് ഏറ്റവും ആദ്യം നിലപാടെടുക്കേണ്ടത് എന്നുള്ളത് തന്നെ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ സജി നന്ദ്യാട്ട് പ്രതികരിച്ചതിന്.